Assalamu alaikum friends, and once again welcome back to Hasna's Henna Hut. മണി പ്ലാന്റ് വെള്ളത്തിൽ വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ ഇത് തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ള ഒരു ഫെർട്ടിലൈസറും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. മണ്ണിലും അതുപോലെ വെള്ളത്തിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് മണി പ്ലാന്റ്. ഞാനിത് വെള്ളത്തിൽ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റാൻഡമായിട്ടൊരു ഇതുപോലൊരു സ്റ്റെം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഒരു റൂട്ട് വരുന്നൊരു പോർഷൻ കാണുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ കട്ട് കൊടുക്കേണ്ടത്. കാരണം ആ റൂട്ട് വരുന്ന പോർഷനാണ് നമ്മൾ വെള്ളത്തിൽ പ്ലേസ് ചെയ്യേണ്ടത്. ആ റൂട്ട് താഴ്ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓരോ ലീഫായിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതുപോലെ കുറച്ച് ലീവ്സ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്നിച്ചൊന്ന് ടൈ ചെയ്യുക ഒരു ത്രെഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ട് വെള്ളത്തിൽ പ്ലേസ് ചെയ്ത് കൊടുത്താലും മതി. വെള്ളത്തിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെള്ളം ടച്ച് ചെയ്യുന്ന ആ പോർഷനിൽ ഒരു ലീഫും ഉണ്ടാവാൻ പാടില്ല. ആ ലീഫ് വാട്ടറുമായിട്ട് കോണ്ടാക്റ്റ് വരാൻ പാടില്ല. കഴിയുന്നതും ഗ്ലാസ് ബൗളിലും വെക്കാൻ ശ്രമിക്കുക. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ബൗൾ യൂസ് ചെയ്യുമ്പോൾ മണി പ്ലാന്റിന് വളരാൻ ചാൻസ് കുറവാണ്. ഇതൊക്കെ ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്, കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം. മണി പ്ലാന്റിന് പ്രത്യേകിച്ച് ഫെർട്ടിലൈസറൊന്നും ശരിക്കും ആവശ്യമില്ല. നമ്മൾ ഒരാഴ്ചക്ക് ഒരു ദിവസമെങ്കിലും ഇതുപോലെ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇതുപോലെ ഗ്രീൻ കളർ അടിക്കുന്ന സമയത്ത് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം മണി പ്ലാന്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെള്ളം മാറ്റുന്നത് പോലെ തന്നെ ഇതിൻ്റെ ലീഫ് വൺസ് ഇൻ എ വീക്ക് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ലീഫിൻ്റെ മേലെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ആക്കി കൊടുക്കുന്നത് നല്ലതാണ്. വെള്ളം മാറ്റിയതിന് ശേഷം നമുക്ക് മണി പ്ലാന്റ് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇതുപോലെ ആഴ്ചയിൽ വെള്ളം മാറ്റി കൊടുത്താൽ തന്നെ നമ്മുടെ മണി പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തീരെ മണി പ്ലാന്റ് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഫെർട്ടിലൈസർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞങ്ങളുടെ വീട്ടിൽ ഒരു ഏരിയയിൽ വെച്ചപ്പോൾ മണി പ്ലാന്റ് തീരെ ഗ്രോത്ത് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ നന്നായിട്ട് വളർന്നു. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനൊരു കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ഫെർട്ടിലൈസർ ഞാനിവിടെ ഒരു പ്ലെയിൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മുട്ടൻ്റെ തോട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്യുക. എന്നിട്ട് അത് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷൻ വരെ ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 1 to 2 hour ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്കിത് ഡ്രെയിൻ ചെയ്തിട്ട് ഈ മണി പ്ലാന്റിൻ്റെ പോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ 2 hour ആയിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഈ മണി പ്ലാന്റിൻ്റെ പോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലുള്ള വാട്ടർ അവിടെ തന്നെ കിടന്നോട്ടെ, അതിലേക്ക് ഇത് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ മാജിക്കൽ വാട്ടർ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. And don't forget to subscribe. And thanks for watching my video. Thank you.